ഹായ് അസ്സാം വലൈക്കും. ഇന്ന് നല്ല പപ്പടം പോലെ പൊള്ളി വരുന്ന പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് അര ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വെള്ളം ചൂട് കൂടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. അതായത് ഒരു ഇളം ചൂടേ ആവാവുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ചാലേ നല്ല പൂരി നല്ല പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ മാവൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് മാവ് അയച്ചെടുക്കണം. നല്ല സോഫ്റ്റാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് മുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചപ്പാത്തി പ്രസ്സിലേക്ക് ഓയിലൊന്ന് തടവി കൊടുക്കണം. രണ്ട് ഭാഗത്തും നന്നായിട്ട് തടവി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ബോൾസിലേക്കും കൂടെ കുറച്ച് ഓയിലാക്കി കൊടുക്കണം. നല്ല പെർഫെക്റ്റ് പൂരിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല ക്രിസ്പിയാണ്. ഇതുവരെയും പൂരി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാത്തവർക്ക് ഇതുപോലൊന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താ, ഇതിൻ്റെ കട്ടി കൂടുകയും ചെയ്യരുത്, ഒട്ടും നൈസാവുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പൂരി പൊങ്ങി വരത്തില്ല. അപ്പം ഞാൻ എന്താ ഈ ഒരു കട്ടിയിലാട്ടോ എടുത്തേക്കുന്നത്. അപ്പം പൂരി പൊങ്ങി വന്നില്ലെങ്കിൽ ഒന്നി കട്ടി കൂടി അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ് കേട്ടോ. ആ ഒരു ഇതിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം പൂരി ഇട്ട് കൊടുക്കാനായിട്ട്, എന്നാലേ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അതാ ഞാൻ നന്നായി ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കിന് ഇത് കോരി മാറ്റാം. അപ്പോൾ ഞാൻ നല്ല അടിപൊളി പൂരിയാന്നേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇത് അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല, കാരണം ഇതിന് ഇച്ചിരി കട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ എല്ലാം കുറച്ച് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു പൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബായ്.